Hello everyone, welcome back to yet another episode of the series The Rise of a Wonder Woman. നമ്മൾ മുമ്പുള്ള വീഡിയോസിലൊക്കെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു അല്ലേ. ഇന്നും നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമ്മളെ വേദനിപ്പിച്ച ആളുകളുണ്ടാവും അല്ലേ. ഏതെങ്കിലും ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളെ ഹേർട്ട് ചെയ്തിട്ടുള്ള ആളുകൾ നമ്മുടെ എല്ലാവരുടെയും ലൈഫിലുണ്ടാവും. ഒന്നുകിൽ വ്യക്തികൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻസിഡൻസ് നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതുപോലെയുള്ള വ്യക്തികളെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻസിനെ കുറിച്ച് ആലോചിക്കുമ്പം നമ്മുടെ മനസ്സിൽ വരുന്ന ഇമോഷൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ദേഷ്യം അല്ലെങ്കിൽ സങ്കടം, ഈവൻ ഹേറ്റ്രഡ് അല്ലേ. ചില സമയത്ത് നമുക്ക് ചില ആളുകളോട് ഭയങ്കര വെറുപ്പ് തോന്നാം. അത്രയും നമ്മളെ ദ്രോഹിച്ച ആളുകളോടൊക്കെ നമുക്ക് വെറുപ്പ് തോന്നാം. അപ്പോൾ ഈ പറയുന്ന ആളുകളെക്കുറിച്ചൊക്കെ ആലോചിക്കും നമ്മളുടെ മനസ്സിൽ വരുന്ന ഇമോഷൻസ് അതാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ ഈ പറയുന്ന ഒരു ഇമോഷൻസ് അവരെക്കുറിച്ച് കൊണ്ട് നടക്കും. അതായത് നമ്മളിങ്ങനെ പറയും, ഇനി എൻ്റെ ജീവിതത്തിൽ ഇന്ന വ്യക്തിയോട് ഞാൻ ക്ഷമിക്കില്ല, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോട് ഞാൻ മുമ്പത്തെ പോലെയുള്ളൊരു സൗഹൃദം ഇനി ഉണ്ടാവില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ എഫക്റ്റ് ചെയ്യുന്നത് ആ ഒരു വ്യക്തിനെയാണെന്നാണ്. പക്ഷെ സത്യത്തിൽ ഇത് നശിപ്പിക്കുന്നത് നമ്മുടെ മനസ്സമാധാനമാണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ദാറ്റ്സ് വൈ forgiveness is not about them, it's about you. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് forgiveness, അതായത് ഒരാളോട് ക്ഷമിക്കേണ്ടുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, forgiving doesn't mean that forgetting what happened. It means remembering without the pain. നമ്മൾ ഒരാളോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നമ്മളോട് ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മൾ മറന്നുകൊണ്ട് വീണ്ടും പഴയ പോലെ അല്ലെങ്കിൽ പഴയതിനേക്കാൾ നന്നായി അയാളെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതല്ല. നമുക്കൊരിക്കലും അത് മറക്കാൻ പറ്റില്ല. ഒരു ആസ് എ ഹ്യൂമൻ നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു പവർ എന്ന് പറയുന്നത് ഈ ഒരു ഓർമ്മിക്കാനുള്ളൊരു കഴിവാണല്ലേ. പ്രത്യേകിച്ച് അത് നമ്മളെ വേദനിപ്പിച്ച കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും അത് മറക്കാൻ പോകുന്നില്ല. അപ്പോൾ ക്ഷമിക്കുക എന്ന് പറയുന്നത് മറക്കുക എന്നുള്ളതല്ല, പക്ഷേ ആ ഒരു പെയിന് നമ്മൾ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അവരോടുള്ള ദേഷ്യം അല്ലെങ്കിൽ നമ്മൾ സങ്കടം, വെറുപ്പ് അതൊക്കെ റിലീസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ആ ഒരു ആളെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ അതേ ഒരു വേദനയോടുകൂടി ഓർക്കാതിരിക്കുക എന്നുള്ളതാണ്. ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെ ഏറ്റവും വിശ്വസിച്ച ഒരാൾ നമ്മളെ ഏതെങ്കിലും രീതിയിൽ നമ്മളെ ചീറ്റ് ചെയ്തു, അത് നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറക്കാനും പോകുന്നില്ല. ആ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് നമ്മൾ ലെസൺ ഉൾക്കൊള്ളും. അതായത് ഇനി അങ്ങോട്ട് ഈ വ്യക്തി എന്നല്ല മറ്റൊരാൾക്കും എന്നെ ചീറ്റ് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ എത്രത്തോളം എന്നെ മെൻ്റലി പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം വളരാനുണ്ട് എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചിട്ടുള്ളൊരു റിയലൈസേഷൻ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എന്താ പറയുക, ഈ ഒരു അവസരം നമുക്ക് എടുക്കാം. അതേപോലെ തന്നെ വീണ്ടും ആ വ്യക്തിനെ പഴയ പോലെ നമ്മൾ വിശ്വസിച്ച് കൊണ്ടു നടക്കുക എന്നുള്ളതുമല്ല. യു ഷുഡ് ബി പ്രിപ്പയർഡ്. അതായത് ഇനി ആ വ്യക്തിക്ക് നിങ്ങളെ ചതിക്കാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാനും പാടില്ല. ആ ഒരു ഇഷ്യൂ കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള പെയിൻ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഡാമേജ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ റിലീസ് ചെയ്തുകൊണ്ട് നമ്മൾ ലൈഫിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പലപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ചിന്തിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഫേസിൽ അങ്ങ് സ്റ്റക്കായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കത് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഇതൊക്കെ റിലീസ് ചെയ്യേണ്ടതുണ്ട്. സോ ആ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ ഇതുപോലുള്ള വ്യക്തികളോട് ക്ഷമിക്കുക എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതുവരെ ആ ഒരു പാസ്റ്റിൽ അങ്ങ് സ്റ്റക്കാണ്. അതായത് എന്ത് കാര്യങ്ങളാണെങ്കിലും ഇതൊരു പാസ്റ്റിൽ നടന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ സ്റ്റക്കായിട്ടാണുള്ളത്. അപ്പം നമ്മൾ അത് റിലീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ യു സ്റ്റെപ്പ് ഇൻ ടു യുവർ ഫ്യൂച്ചർ ലൈറ്റർ, സ്ട്രോങ്ങർ ആൻഡ് അൺഷേക്കബിൾ. എനിക്കറിയാം ഇത് അത്രയും എളുപ്പമുള്ള കാര്യമല്ല. ഇറ്റ്സ് വെരി വെരി ഹാർഡ്. കാരണം ഓരോ വ്യക്തികളുടെയും ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അതായത് അവർ ഗോ ത്രൂ ചെയ്തിട്ടുള്ള പെയിന് എത്രത്തോളം ഉണ്ടെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷേ നമ്മുടെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടി നമ്മളത് ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. എൻ്റെ ലൈഫിലും ഇതുപോലെയുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ലൈഫിലും ചില ആളുകളുണ്ട് എന്നെ വളരെയധികം വേദനിപ്പിച്ച ആളുകൾ, അല്ലെങ്കിൽ വേദനിപ്പിച്ച നിമിഷങ്ങൾ. അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക എന്ന് പറയുന്നത് എനിക്കും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമായിരുന്നു. ബട്ട് ഐ ഡിഡ്. കാരണം അത് ചെയ്ത് കഴിയുമ്പോഴുണ്ടല്ലോ നമ്മൾ ഫ്രീ ആയി. പിന്നെ നമ്മുടെ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൽ ഇതുപോലെയുള്ള അൺവാണ്ടഡ് കാര്യങ്ങളും തോട്ട്സും നിറഞ്ഞിട്ട് നല്ല തോട്ട്സിന് വേണ്ടിയിട്ട് സ്പേസ് ഇല്ല നമ്മുടെ ബ്രെയിനിൽ. ആ ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ ഇതുവരെ എല്ലാ വീഡിയോസിലും സംസാരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ടുന്നത്. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ആണെങ്കിലും ലിവ് ഇൻ ദ മൊമെൻറ്റ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ സംസാരിച്ചു. ഇതിൻ്റെ ഒക്കെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വാഷ് ഔട്ട് ചെയ്തിട്ട് എല്ലാം ഒഴിവാക്കിയിട്ട് പുതിയ പുതിയ ന്യൂ തോട്ട്സ്, നല്ല നല്ല കാര്യങ്ങൾക്കുള്ള സ്പേസ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് എത്ര ഹാർഡാണെങ്കിലും നിങ്ങളെല്ലാവരും അത് ശ്രമിക്കണമെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനിക്കുമ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എന്തെങ്കിലും ഒരു കാമായിട്ടുള്ള എന്തെങ്കിലും ഒരു മ്യൂസിക്, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ചിട്ട് ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഹേർട്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ മുഖം മനസ്സിലാലോചിക്കുക, അല്ലെങ്കിൽ അതുപോലത്തെ ഇൻസിഡൻസ്, നിങ്ങൾ വിഷമിച്ചിട്ടുള്ള ഇൻസിഡൻസ് മനസ്സിലാലോചിക്കുക. എന്നിട്ട് അത് വൺ ലാസ്റ്റ് ടൈം യു ഫീൽ ദാറ്റ് പെയിൻ. ഓക്കെ, ഒരിക്കൽ കൂടെ അവസാനമായിട്ട് ആ ഒരു പെയിൻ നിങ്ങൾ ഫുള്ളായിട്ട് ഫീൽ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് കരച്ചിൽ വന്നേക്കാം. യു ക്രൈ ഇറ്റ് ഔട്ട്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് റിലീസ് ഇറ്റ്. അതായത് നിങ്ങളോട് തന്നെ പറയാം, ഐ ചൂസ് പീസ് ഓവർ പെയിൻ. ഐ നോ ലോങ്ങർ ക്യാരി ദിസ് ബാഗേജ് വിത്ത് മീ. അതായത് നിങ്ങൾ ആ വ്യക്തികളെയൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾ പറയാം, നിങ്ങൾ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ഞാൻ എൻ്റെ ഒരു പീസിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് ഐ ഫോർഗിവ് യു, ഐ റിലീസ് ദിസ് പെയിൻ, ലെറ്റ് ഇറ്റ് ഗോ. അതേപോലെ ഈ ഒരു വീഡിയോൻ്റെ താഴെ കോമെൻറ്റ് ചെയ്യുക ദാറ്റ് ഐ ചൂസ് പീസ് ഓവർ പെയിൻ. ഈ ഒരു കമൻറ്റ് ഞാൻ ഇടാൻ പറയുന്നത് എൻ്റെ വീഡിയോക്ക് കുറേ കമൻറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ. ഇതിനു മുമ്പത്തെ എല്ലാ വീഡിയോസിലും ഞാൻ ഇതുപോലെ ഓരോ കമൻറ്റ് നിങ്ങളോട് ഇടാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ആരും ചെയ്തിട്ടില്ല. നമ്മളത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടി അതൊന്ന് എംഫസൈസ് ചെയ്യണം, അല്ലെ ഒന്നുകൂടി നമ്മളതൊന്ന് നമ്മുടെ മൈൻഡിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ കോമെൻറ്റ് ചെയ്യുന്നില്ലെങ്കിൽ യു ക്യാൻ റൈറ്റ് ഓൾസോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിംപ്ലി യു ക്യാൻ സേ ദിസ്. ഓക്കെ, സോ ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അതുവരെ എല്ലാവർക്കും താങ്ക് യു.